തിരുവനന്തപുരം മുതലപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. കടലിൽ തെരച്ചിൽ നടത്തുന്നത് 10ാം ദിവസമാണ്. സ്കൂബ സംഘവും പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. അപകടം നടന്ന അഴിമുഖം കേന്ദ്രീകരിച്ചാണ് 5 അംഗ വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നത്. പുലിമുട്ടിന്റെ നീളം വർദ്ധിപ്പിച്ച ഭാഗത്താണ് ഇനി തെരച്ചിൽ നടത്താനുള്ളത്. അഭിലാഷുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. അഭിലാഷ്, ഇന്ന് എങ്ങനെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്? ഏതൊക്കെ സംവിധാനങ്ങളാണ്, ഏതൊക്കെ സംഘങ്ങളും സേനാംഗങ്ങളും ഒക്കെയാണ് ഈ തെരച്ചിലിൽ നിന്ന് പങ്കെടുക്കുന്നത്? രേണുക, കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് ഇന്നും തെരച്ചിൽ ആരംഭിച്ചത്. അതിരാവിലെ തന്നെ 7 മണിയോടുകൂടി തന്നെ സ്കൂബ സംഘത്തിന്റെ തെരച്ചിൽ അഴിമുഖത്ത് ആരംഭിച്ചിരുന്നു. അതുപോലെ തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റ് വിങ്ങിന്റെയും നേവിയുടെയും പരിശോധനയും ഈ മുതലപ്പുഴയുടെയും കടലിന്റെയും വിവിധ ഭാഗങ്ങളിലായി രാവിലെ തന്നെ നടന്നു വരികയാണ്. എന്തായാലും ഇന്ന് സ്കൂബ സംഘം നടത്തിയ പരിശോധനയിൽ അഴിമുഖത്തിന്റെ പ്രവേശന കവാടത്തിലെ പുലിമുട്ടിന്റെ ഭാഗത്താണ് പരിശോധന നടന്നത്. പുലിമുട്ടുകളുടെ വിടവുകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അല്പസമയത്തേക്ക് പരിശോധന നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി ഈ പുലിമുട്ടിന്റെ നീളം വർദ്ധിപ്പിച്ച ഭാഗമുണ്ട്, ആ ഭാഗത്താണ് പരിശോധന നടത്താനുള്ളത്. വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ അടിയൊഴുക്കിനെ ഉൾപ്പെടെ അതിജീവിച്ചാണ് ഈ 5 അംഗ സ്കൂബ സംഘം ഇവിടെ രക്ഷാപ്രവർത്തനം ഈ തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും പ്രാദേശിക വകുപ്പുകളുടെയും അതുപോലെ തന്നെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും സഹായവും ഈ തെരച്ചിലിന് ഉണ്ട്. വളരെ കാര്യക്ഷമമായ ഒരു തെരച്ചിലാണ് ഇപ്പോൾ മുതലപ്പുഴയിൽ നടക്കുന്നത്. ശരി, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. സ്കൂബ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. ഇനി പുലിമുട്ടിന്റെ നീളം വർദ്ധിപ്പിച്ച ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നടക്കുക എന്നതാണ് അറിയാൻ കഴിയുന്നത്. നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയെ കണ്ടെത്താൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്ത തെരച്ചിൽ തുടരുകയാണ്. നേവിയുടെ INS കൽപ്പേനി എന്ന റെസ്ക്യൂ കപ്പലാണ് തെരച്ചിൽ നടത്തുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ നിരീക്ഷണ പറത്തൽ നടത്തും. നേവിയുടെ സ്കൂബ ടീം തെരച്ചിൽ സംഘത്തിലുണ്ട്. നമ്മൾ ഇന്ന് 2 മണിക്കൂർ 2 സെക്ഷനായിട്ടാണ് സെർച്ച് ചെയ്തത്. ആദ്യം ഒരു അരമണിക്കൂർ, പിന്നെ ഒരു 1/4 മണിക്കൂറായിട്ട് 2 സെക്ഷനായിട്ടാണ് സെർച്ച് ചെയ്തത്. നമ്മൾ ആദ്യം ആ പറഞ്ഞ ഏരിയ മൗത്തിൻ്റെ അകത്ത് ഭാഗത്താണ് മൊത്തം സെർച്ച് ചെയ്തത്. അവിടെ പാറ ഇടക്ക് സർഫസ് എല്ലാം നമ്മൾ സെർച്ച് ചെയ്തു. അവിടെ അങ്ങ് എന്തായാലും ബോഡി നമ്മൾ സെർച്ച് ചെയ്ത ഭാഗത്ത് എന്തായാലും ഇല്ല. പിന്നെ നമുക്ക് മൗത്ത് ഭാഗത്തോട്ടാണ് പോകേണ്ടത്. അവിടെ എന്തായാലും നമുക്കിപ്പം തൽക്കാലത്തേക്ക് പോകാനുള്ള കണ്ടീഷനിലല്ല. നല്ല റഫാണ്, സീ നല്ല റഫാണ്. അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ ഇറങ്ങിയാൽ തന്നെ നമുക്കൊന്നും കാണാനും പറ്റില്ല. നമുക്ക് പറ്റുന്നത്ര നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും ബോഡിയും കാര്യങ്ങളും ഇല്ല. വിനീഷ് ഉണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ഇന്നലെയും വളരെ ശക്തമായ പരിശോധനകൾ ഉണ്ടായിരുന്നു, തെരച്ചിലുണ്ടായിരുന്നു. പക്ഷേ അതും കാര്യക്ഷമമല്ല എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ വലിയ വീഴ്ച സംഭവിച്ചു എന്നത് അവർ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കൂടുതൽ ഊർജിതമാണോ തെരച്ചിൽ? തീർച്ചയായും രേണുക, കൊല്ലത്ത് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കുള്ള തെരച്ചിലാണ് തുടരുന്നത്. 10ാം ദിവസവും തുടരുകയാണ്. നീണ്ടകര പുത്തൻതുറയിൽ വള്ളം മറിഞ്ഞാണ് ഗൗതം കൃഷ്ണയെ കാണാതായത്. കൂടുതൽ ആഴത്തിലുള്ള തെരച്ചിലിനായാണ് നേവിയുടെ മുങ്ങൽ വിദഗ്ധർ ഇപ്പോൾ കൊല്ലത്തെത്തി തെരച്ചിൽ നടത്തുന്നത്. നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായിട്ടാണ് ഈ തെരച്ചിൽ തുടരുന്നത്. നേവിയുടെ INS കൽപ്പേനി റെസ്ക്യൂ കപ്പലാണ് തെരച്ചിലിനായി രംഗത്തുള്ളത്. അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള ആകാശ നിരീക്ഷണവും തുടരുന്നുണ്ട്. നമുക്കറിയാം, മറൈൻ എൻഫോഴ്സ്മെന്റ്, തീരദേശ പോലീസ്, കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങൾ നേരത്തെ തന്നെ തെരച്ചിൽ നടത്തിയിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 ദിവസം പിന്നിട്ടിട്ടും ഗൗതം കൃഷ്ണയെ കണ്ടെത്താൻ സാധിക്കാതെ വന്നുകൊണ്ടാണ് ഇപ്പോൾ നേവി തെരച്ചിലിനായി എത്തിയിരിക്കുന്നത്. ഗൗതം കൃഷ്ണയുടെ മാതാവിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് നേവി ഇപ്പോൾ തെരച്ചിലിനായി എത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, മറ്റൊരു കാര്യം കൂടിയുള്ളത് പ്രതികൂല കാലാവസ്ഥയാണ് രേണുക. കടലിലെ ഈ കള്ളക്കടൽ പ്രതിഭാസമെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തെരച്ചിലിന് അത് ഏറെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായിട്ടാണ് നിലവിലിപ്പോൾ തെരച്ചിലുകൾ നടത്തുന്നത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഗൗതം കൃഷ്ണയുടെ കുടുംബത്തെ സന്ദർശിക്കാനായി ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഇന്ന് വൈകുന്നേരത്തിൽ കൂടി ഇവരുടെ വീട്ടിലെത്തും എന്നും അറിയുന്നുണ്ട്. രേണുക. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.